കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമുൻപാകെ കടന്നു വന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് നൽകിയ പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയിങ്കൽ സന്തോഷമുള്ള എല്ലാവരും വളരെ പ്രത്യാശയോടെ ആയിരിക്കും. അവരുടെ ഹൃദയം ക്ഷീണിക്കാൻ ഇടയാവില്ല. നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ക്ഷീണിക്കുന്നത്. നമുക്കൊരു പ്രത്യാശയില്ലേ? നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവനാണ്, ബലവാനാണ് എന്ന ആ പ്രതീക്ഷയും പ്രത്യാശയും നമ്മളെ ആത്മാവിൽ നയിക്കും എന്നുള്ളതിന് സംശയം ഇല്ല. ഇന്ന് പകൽ ധൈര്യത്തോടെ പറയണം, എൻ്റെ ദൈവം എന്നെ നയിക്കും, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, എൻ്റെ ദൈവത്തിൻ്റെ വീര്യമുള്ള ഭുജം എനിക്കനുകൂലമായിരിക്കും, ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ദാവീദ് പലയിടത്തും പറയുന്നുണ്ട്. 25-ാം സങ്കീർത്തനത്തിൽ ഞാൻ ലജ്ജിച്ചു പോകരുത്. 34 അനുഭവത്തോടെ പറയുന്നു, ദൈവത്തിങ്കിലേക്ക് ഞാൻ നോക്കി, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതും ഇല്ല. കണ്ടോ, റിസൾട്ടാണ് പറയുന്നത്. നോക്കാൻ തയ്യാറായ എല്ലാവർക്കും ഇന്ന് പകലിൽ പറയാൻ കഴിയും, ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ദൈവമുണ്ട്. ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ പ്രവർത്തിയുന്നു പകലിലും ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തും. കർത്താവേ, അങ്ങ് പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി സ്ഥിരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. കഥകൾ തുറക്കേണ്ടതിനും വാതിലടയാതിരിക്കേണ്ടതിനും ഞാൻ നിനക്ക് മുൻപായി ഒരു ദൂതനെ അയക്കുകയാണ്. തുറന്ന കഥകൾ ആരും തിരിച്ചടയ്ക്കാതിരിക്കേണ്ടതിനും പുതിയത് തുറക്കാനും ദൈവമിതാ തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. മാത്രമല്ല, അടഞ്ഞുകിടക്കുന്ന ഇരുമ്പോടാമ്പലുകൾ വെച്ച് അടച്ചു വച്ചിരിക്കുന്ന താമ്രക്കഥകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ചില വിടുതലുകളെ പുറത്തേക്കടുപ്പിക്കാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. എത്ര വർഷമായി അങ്ങനെ കിടന്നാലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം അതിനെ പുറത്തേക്കെടുപ്പിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. വർഷങ്ങളായി, ദിവസങ്ങളായി, മാസങ്ങളായി എന്ന് പറഞ്ഞ് ഭയപ്പെടാതെ ദൈവത്തിൻ്റെ ടൈം വന്നാൽ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല കേട്ടോ. കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ പേര് നസറനായ യേശു. ഏത് സമയത്തെയും മാറ്റുന്ന, ഏത് കാലയളവുകളെയും മാറ്റുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ പകൽ തിരിച്ചറിയുന്നവർ അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ മുമ്പിലുള്ള സകല കാലക്കണക്കുകളും മാറ്റാൻ കഴിവുള്ള ദൈവം. ദാവീദ് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഓവേ, എൻ്റെ കാലഗതികൾ അങ്ങയുടെ കയ്യിലാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനുമല്ല നമ്മുടെ വിധിയെഴുത്ത് തീരുമാനിക്കുന്നത്, ഒരു മനുഷ്യനുമല്ല നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. യഹോവയായ ദൈവമാണ് നമ്മുടെ ഭാവി അറിയുന്നത്. നാളുകളിൽ എന്തു നടക്കുമെന്ന് മനുഷ്യർക്കാർക്കും അറിയാതിരിക്കുമ്പോൾ, അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്തിനുമായവൻ, പ്രിയരെ, ജനിച്ച നാൾ മുതൽ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് മുതൽ നമ്മുടെ എൻഡ് വരെ അറിയാവുന്ന ദൈവം നിങ്ങളുടെ തലമുറയുടെ വിഷയം അറിയില്ലേ? ഇന്നിൻ്റെ ഭാരങ്ങൾ അറിയില്ലേ? നടുക്കങ്ങളും ഞെരുക്കങ്ങളും അറിയില്ലേ? വേദനയുടെ പാരമ്യങ്ങൾ അറിയാത്തൊരു ദൈവത്തെയാണോ നമ്മൾ സേവിക്കുന്നത്? ധൈര്യത്തോടെ പറ, എൻ്റെ ദൈവം എന്നെ അറിയുന്നു. സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 1 ദിനവൃത്താന്തം 16-ാം അധ്യായം
11 വാക്യം. യഹോവയെയും അവൻ്റെ ശക്തിയെയും തേടുവീൻ, അവൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. ദൈവത്തിൻ്റെ പെട്ടകം ദാവീദ് അതിനായി ഒരുക്കിയ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവിടെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി താൻ പാടുന്ന പാട്ടാണ് നാം വായിച്ചു കേട്ടത്. യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ കീർത്തനം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സംഗീത തലവന്മാരെ വിളിച്ച് പാട്ടുകൾ പാടുകയാണ്. കൈത്താളത്തോടൊക്കെ പാടി കാഹളമൂതിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കാൻ, പാടാൻ, ആരാധിക്കാൻ സ്റ്റാറ്റസുകൾ നോക്കരുത്. ദാവീദ് രാജാവായിരിക്കുമ്പോഴും ദാവീദ് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു, ദൈവത്തെ ആരാധിക്കുമായിരുന്നു. കാരണം ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ദൈവമാണ്. നമ്മൾ വേണേൽ പറയും, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ പഠിപ്പ് കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവം ആരോഗ്യം നൽകിയത് കൊണ്ടല്ലേ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും, ആ പൊസിഷനിലെത്തിയത്? നടക്കാൻ പറ്റുന്നത് കൊണ്ടല്ലേ? ബുദ്ധി പ്രവർത്തിച്ചത് കൊണ്ടല്ലേ? അത് ദൈവത്താലല്ലേ സംഭവിക്കുന്നത്? എത്രയോ പേരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, എത്രയോ കാലുകൾക്ക് നടക്കാൻ കഴിയുന്നില്ല, കൈകൾ പാരലൈസായി. അവിടെയും ദൈവമല്ലേ നമ്മളെ നടത്തുന്നത്? ദൈവത്തിനല്ലേ മഹത്വം കരേറ്റേണ്ടത്? സ്തോത്രം. അതുകൊണ്ട് ദാവീദിനോട് ദാവീദ് പറയും, എനിക്ക് പൊസിഷനല്ല വലുത്, എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ ദൈവമാ വലുത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രിയരെ, പൊസിഷനിൽ കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം കരേറ്റാൻ തയ്യാറാവണം. വായിച്ച വാക്യം, യഹോവയെയും അവിടുത്തെ ശക്തിയെയും തേടണം. ദൈവത്തെ തേടാൻ, ദൈവത്തിൻ്റെ മുഖമന്വേഷിക്കാൻ, ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ മുട്ടുമടക്കാൻ ഒരു ദൈവവൈതൽ തയ്യാറാവാൻ ഈ പകൽ പരിശുദ്ധാത്മാവിൽ ആഹ്വാനം ചെയ്യുന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തിയെ തേടാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന ദൈവമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആ ശക്തിയുടെ പ്രഭാവം നമ്മുടെ അകത്ത് വന്നാൽ ക്ഷീണങ്ങൾ മാറുകയാണ്, നിരാശകൾ മാറുകയാണ്. കാരണം ക്ഷീണിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിനാണ് ദൈവം ശക്തി നൽകുന്നത്. ബലമില്ലാത്തവനാണ് ബലം വർദ്ധിപ്പിക്കുന്നത്. ബലഹീനതയിലിരിക്കുന്നവനെയാണ് ദൈവത്തിൻ്റെ അളവറ്റ കൃപ കൊണ്ട് താങ്ങുന്നത്. ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുത്തണമേ. ആ പുനരുത്ഥാനത്തിൻ്റെ പവർ നമുക്ക് യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിടാതെ ദൈവശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. ഈ ശക്തി വന്നപ്പോൾ ഇരുന്നിടം കംപ്ലീറ്റ് നിറയുന്നതാണ് ഈ ശക്തി, നിറയ്ക്കുന്ന ശക്തി. അവർ വായ നിറച്ചു, അവർ ആത്മാവിൽ എഴുന്നേറ്റു, നടക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കട്ടെ. ദൈവശക്തി വന്നാൽ അസാധാരണമായൊരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പകലിലും കഴിയും. കേവലം മുക്കുവനായിരുന്ന പത്രോസിൻ്റെ മേൽ, ഹല്ലേലൂയ, എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തവൻ്റെ മേൽ, വചനം അഗാധമായി പാണ്ഡിത്യമില്ലാത്തവൻ്റെ മേൽ, ഡിഗ്രികൾ സമ്പാദിക്കാത്തവൻ്റെ മേൽ ഈ ദൈവശക്തി വന്നപ്പോൾ, യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസൊക്കെ പറയുക, ഞങ്ങൾ സ്വന്തം ശക്തി കൊണ്ടല്ല ഇത് ചെയ്തത്. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഉയരത്തിലെ ശക്തിയാണ്. അതിനുവേണ്ടി കാത്തിരിക്കാൻ ആരും തയ്യാറുണ്ട്. ഉയരത്തിലെ ശക്തി വന്നാൽ എഴുന്നേൽപ്പിക്കേണ്ട ചില വിഷയങ്ങളെ നിങ്ങൾ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കും. നടക്കാത്ത വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കും.
ചലിക്കാത്തത് എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ജീവനറ്റുപോയ ചില വാക്തത്വങ്ങൾ എഴുന്നേറ്റിരുന്ന് സംസാരിക്കും. തയ്യാറുണ്ടോ? ഹോവേ, അവിടുത്തെ മുഖത്തെ അന്വേഷിച്ച ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആര് ഈ പകൽ തയ്യാറുണ്ടോ? നഷ്ടപ്പെട്ട ചിലത് മടങ്ങി വരും. യേശുവിൻ ദൈവശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ആത്മാവിൽ കൽപ്പിക്കപ്പെടുക. പ്രാർത്ഥനയുടെ ശക്തി മടങ്ങി വരുന്നു. വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വീണ്ടും ദൈവത്തിന് പകരേണ്ടതുണ്ട്. ചോർന്നുപോയ വിശ്വാസം, പതറിപ്പോയത് ഈ പകൽ തിരിച്ചു തരാൻ ആത്മശക്തിയുടെ ഒരു വ്യാപാരം, അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്നവർ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം, ആ ശക്തി, ഒന്നുകൂടി പറഞ്ഞാൽ അമിതബലം. കർത്താവേ, എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ. അത് വേണം പ്രിയരെ, അതില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ ശക്തി തേടിയ ഒറ്റ വ്യക്തിത്വവും തകർന്നു പോയില്ല. പത്മോസ് വന്നപ്പോഴും, സിംഹത്തിൻ്റെ കുഴി വന്നപ്പോഴും, ഹല്ലേലൂയ, തീച്ചൂള വന്നപ്പോഴും, കാരാഗ്രഹങ്ങൾ വന്നപ്പോഴും, എടുത്തെറിയപ്പെട്ടപ്പോഴും അവർക്ക് പറയാൻ കഴിയും, പൗലോസ് പറയുന്നത് പോലെ, യേശു ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിൽ ആവസിക്കുന്നിടത്തോളം കാലം ഒരു ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന് പകൽ സ്തോത്രം ചെയ്യും. കർത്താവേ, ആ ശക്തി എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്താൻ, അവിടുത്തെ മുഖം നിരന്തരം അന്വേഷിപ്പാൻ, ദൈവം ഭാഗം അടുത്തു വരാൻ. ദൈവത്തോട് അടുത്തു വന്നാൽ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തേക്ക് വരും. സാന്നിധ്യം മോശയുടെ മേൽ വന്നപ്പോൾ മോശയുടെ ഫേസ് മാറി, ത്വക്കുകൾ പ്രകാശം, ദൈവ തേജസ് വന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയിൽ മാറ്റങ്ങളുണ്ടാവും. അവൻ ആത്മാവിൽ നടക്കുന്നവനായിരിക്കും, ദൈവശക്തിയാൽ കൽപ്പിക്കപ്പെടുന്നവനായിരിക്കും. മാറിപ്പോകാൻ പറഞ്ഞാൽ അവൻ്റെ മുമ്പിൽ ചെന്ന് മാറിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങളെ ദൈവം അതിനു വേണ്ടി നിയോഗിക്കുന്നു. മടങ്ങി വരാമോ? കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കാമോ? സഭയ്ക്കകത്ത് നിന്ന് ദൈവം നിങ്ങളെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം അവിടുത്തെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സകല സാധ്യങ്ങളും ഇന്ന് പകൽ സാധ്യമാകുക യേശുവിൻ്റെ നാമത്തിൽ. പിതാവേ, ദൈവശക്തിയാൽ അഴിയേണ്ടത് അഴിഞ്ഞിരിക്കയാൽ, തുറക്കേണ്ടത് തുറന്നിരിക്കയാൽ, നാളുകൾ കെട്ടിക്കിടക്കുന്നത് പുറത്തു വന്നിരിക്കയാൽ, ഇരുട്ട് റൂമിലിരിക്കുന്ന ചിലതിനെ പുറത്തേക്ക് എടുപ്പിച്ചിരിക്കയാൽ, യേശുവിൻ്റെ നാമത്തിൽ അറ്റുപോയ ചില ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കയാൽ, ഭയത്തിൻ്റെ വ്യാപാരമിട്ട് മുള്ളുപോലെ കുത്തുന്ന ചില വിഷയങ്ങൾ കത്തിമാറിയിരിക്കയാൽ, ആ ദൈവശക്തിയുടെ വലുപ്പത്താൽ ഇന്ന് പകൽ ഞങ്ങളത് റിസീവ് ചെയ്യുന്നു. കർത്താവ് ചെയ്ത എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ദൈവശക്തിക്ക് മുമ്പാകെ നമ്മളെ തന്നെ ഏൽപ്പിക്കൂ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാൻ, നിരന്തരം അന്വേഷിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.